ഹോസ്റ്റലിനെ മാത്രം ചുറ്റിപ്പറ്റി നടക്കുന്ന സംഭവമല്ല. ഹോസ്റ്റലിനെ ലിങ്ക് ചെയ്ത് വേറൊരു കഥ പറയാൻ ശ്രമിക്കുന്ന ഒരു വെറൈറ്റി പ്ലോട്ട് പറയാൻ ശ്രമിക്കുന്ന ഒരു മൂവിയാണ്. പക്ഷെ മെയിൻ എലമെന്റ് ഹോസ്റ്റലല്ല. അത് പലരും ചിന്തിക്കും. നമ്മുടെ പേര് കേൾക്കുമ്പോൾ ഫുൾ ഹോസ്റ്റലിനെ ചുറ്റിപ്പറ്റി ലൈക്ക് അടികപ്പിയാരെയൊക്കെ കുറെ ആയിട്ട് ഇങ്ങനെ കമ്പാരിസൺ വരാറുണ്ട്. പക്ഷെ അങ്ങനെയല്ല ഇത്. അല്ല, സോഷ്യൽ മീഡിയ വിട്ടിട്ട് പോകാൻ പറ്റും. ഇതുവരെ നമുക്ക് എല്ലാം തന്ന സോഷ്യൽ മീഡിയ അത് വിട്ടിട്ട് ഇനി പോകാൻ പറ്റത്തില്ല. എപ്പോഴും എല്ലാവരുടെ ഒരു മനസ്സിൽ എന്ന് വെച്ചാൽ ജെൻസി ഒന്നിനും കൊള്ളാത്ത ആൾക്കാരാണ്, അവരെ കൊണ്ടൊന്നും ചെയ്യാൻ പറ്റില്ല. പക്ഷെ ഇപ്പോൾ ഈ ഒരു സോനം വാങ്ചുക്കിന്റെ പ്രൊട്ടസ്റ്റിൽ ഏറ്റവും കൂടുതൽ സപ്പോർട്ട് ചെയ്തത് ജെൻസി പിള്ളേരാണ്. ഇപ്പോഴും കുറേ സെലിബ്രിറ്റീസ് മൗനം പാലിച്ചുകൊണ്ടിരിക്കുകയാണ്. അവരോട് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ പുച്ഛം മാത്രമാണ്. കാരണം രാജ്യത്ത് ഇത്രയും വലിയ പ്രശ്നം നടക്കുമ്പോൾ അതും സ്റ്റുഡൻസ് ആണ് നമ്മുടെ ഫ്യൂച്ചർ. അപ്പോൾ അവർക്ക് വേണ്ടിയിട്ട് നമ്മളെ കൊണ്ട് ചെയ്യുന്ന കാര്യങ്ങൾ നമ്മൾ ചെയ്തുകൊണ്ടിരിക്കണം. മഹാരാജ ഹോസ്റ്റൽ അഖിൽ ആൻഡ് അഖിൽ. ഈ അഖിലിനെ അഖിൽ എന്ന് തന്നെയാണോ വിളിക്കുക? അഖിൽ എന്ന് വിളിക്കും, ഷാമോനെ എന്ന് വിളിക്കും. ഈ ഷാമോനെ എന്ന് വീട്ടിൽ വിളിക്കുന്ന പേരായിരുന്നു? ഷാമോനെ ഉമ്മൂമ്മ വിളിക്കുന്ന പേരാ. അതാണ് ഇട്ടത്. അതെ. NRD എന്താ? നൂറനാട് സ്ഥലത്തിന്റെ പേര്. ഓ അതാണല്ലേ. ഞാൻ എപ്പോഴും ആലോചിക്കും എന്താണ് നേടെന്നൊക്കെ വിളിക്കും അഖിൽ നേട്. ഞാൻ അതിന്റെ ഷോർട്ട് ഫോം ആണ്. സോ ഈ റിയൽ ലൈഫിൽ ഇതൊരു സിനിമയിലേക്ക് വരുമ്പോഴേ ഇപ്പൊ എത്ര എക്സൈറ്റഡാ? റിലീസ് ആവാൻ പോവാണല്ലോ. റിലീസ് ആവാൻ പോകുന്നതിന് ടെൻഷൻ നല്ലോണം ഉണ്ട്. കാരണം ആൾക്കാർ ഒരു എക്സൈറ്റ്മെന്റ് ഉണ്ട് എന്താവും എന്നുള്ള. കുറെ മുന്നേ തന്നെ നമ്മൾ കുറെ കാര്യങ്ങളൊക്കെ മാനിഫെസ്റ്റ് ചെയ്ത് വെച്ചിരുന്നു. അതുപോലെ ആവോ അങ്ങനെയൊക്കെ ഉള്ളൊരു ഇത്. ഇഷ്ടമായിരുന്നോ സിനിമയിൽ അഭിനയിക്കാൻ? സിനിമ എന്നും ഇഷ്ടാ. സിനിമ നന്നായിട്ട് കാണും. പണ്ട് മുതലേ സിനിമ എൻജോയ് ചെയ്ത് കാണുന്ന ഒരാളാണ് ഞാൻ. പക്ഷെ സിനിമ ഒരു ഡ്രീം അല്ലായിരുന്നു എന്റെ. എങ്ങനെയൊക്കെ ഇതിൽ എത്തപ്പെട്ടു. ഇപ്പൊ ഞാൻ എൻജോയ് ചെയ്യുന്നുണ്ട്. ട്രൈ ചെയ്തിട്ടുണ്ടോ അതിനു മുമ്പ്? ഇല്ല, ഞാൻ ഓഡീഷൻ ഒന്നും പോവില്ല. എനിക്ക് അതിനുള്ള ഒരു കോൺഫിഡൻസ് ഉണ്ടായിരുന്നില്ല. അപ്പൊ അങ്ങനെ റീൽസ് കണ്ടിട്ട് അവർ ഇങ്ങോട്ട് വിളിച്ചപ്പോ എന്നാ ഒന്ന് പോയി ചെയ്തേക്കാന്ന് അങ്ങനെ വന്നതാ. അവിടെ ചെന്ന് ഓഡീഷൻ ചെയ്യിപ്പിച്ചോ? അവിടെ ചെന്നിട്ട് ഓഡീഷൻ അല്ല, അവര് ഇല്ല ഓൾറെഡി നമ്മൾ വീഡിയോസ് അതെ. പിന്നെ വർക്ക്ഷോപ്പ് കണ്ടക്ട് ചെയ്തായിരുന്നു. നമ്മൾ ഈ ക്യാരക്ടറിലേക്ക് വരാൻ വേണ്ടിയിട്ട്. റീൽസിൽ നിന്ന് വന്നവരായതുകൊണ്ട് തന്നെ നമുക്ക് ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു തുടക്കമൊക്കെ. പിന്നെ അങ്ങനെ വർക്ക്ഷോപ്പ് ഒക്കെ കഴിഞ്ഞപ്പോ നമ്മളൊന്ന് എല്ലാരും ഈ ടീം എല്ലാരും ഇതുപോലെ റീൽസ് കണ്ട് പുള്ളിക്ക് ഇഷ്ടപ്പെട്ട അങ്ങനെ. അഖിലിന് ഇതുപോലെ സിനിമ ഇഷ്ടമുണ്ടായിരുന്നു? ഓർ അല്ല, എനിക്ക് സത്യം പറഞ്ഞ സിനിമ ഇഷ്ടമാണ്. പക്ഷെ ഈ പറഞ്ഞ ഡ്രീം അല്ലായിരുന്നു. കാരണം നമുക്ക് ഊഹിക്കാൻ തിങ്ക് ചെയ്യുന്നില്ല ഇങ്ങോട്ട് എത്തിപ്പറ്റൂന്നുള്ള നമ്മൾ തിങ്ക് ചെയ്യുന്നില്ല. അപ്പൊ അതുകൊണ്ട് ഒരു ഡ്രീം അല്ലായിരുന്നു. പക്ഷെ ഈ പറഞ്ഞ എങ്ങനെയോ കറങ്ങി തിരിഞ്ഞ്. പൊതുവെ എല്ലാരും പറയും ഇപ്പൊ റീലൊക്കെ ചെയ്യുമ്പോൾ നിങ്ങളുടെ കംഫർട്ട് സോണിൽ ചെയ്യാണ്. പക്ഷെ ഇങ്ങോട്ട് വരുമ്പോ അങ്ങനെയല്ലല്ലോ, ഫുൾ സെറ്റപ്പ് മാറ്റാണ്. അപ്പൊ അതിന്റെ ഒരു ഇൻഹിബിഷനോ അങ്ങനെ ഉണ്ടായിരുന്നോ? ഈസി? എനിക്ക് നല്ല പാടാ. എനിക്ക് നല്ല അല്ല, എനിക്കും പാടായിരുന്നു. എനിക്ക് പാടാണ്. പക്ഷെ ഇവരെക്കാളും കുറച്ചുകൂടെ എനിക്ക് തോന്നുന്നു കുറച്ചുകൂടെ ടെൻസ്ഡ്. ഞാൻ ഭയങ്കര ടെൻഷൻ, കാരണം ചെറിയ കാര്യത്തിൽ പെട്ടെന്ന് ടെൻഷൻ ആവുന്ന ഒരാളാണ്. അതുകൊണ്ട് ഈ ചെറിയ ചെറിയ കാര്യത്തിലൊക്കെ ഭയങ്കര ഇതാണ്. അല്ല, ഇവ നന്നായി ഇമ്പ്രൂവ് ചെയ്യാൻ ശ്രമിക്കുന്ന ഒരാളാ. നമ്മൾ ഓരോ സീൻസ് എടുത്ത് കഴിയുമ്പോൾ മോണിറ്റർ പോയി നോക്കുക, അങ്ങനെയൊക്കെ ചെയ്യും. ഞാൻ മോണിറ്റർ ചെയ്യാൻ നോക്കാറില്ല, എനിക്ക് പേടിയാ. അത് അപ്പൊ കണ്ടാൽ മതിയുള്ള രീതിയിൽ ഞാൻ അങ്ങനെ നോക്കും. കോൺഷ്യസ് അല്ല, അവര് പറയുന്ന പോലെ ചെയ്യും, അത്രേ ഉള്ളൂ. നമ്മൾ ആരും അങ്ങനെ എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ആക്ടേഴ്സ് ഒന്നല്ലല്ലോ. അവര് പറയുന്ന പോലെ നമ്മൾ ചെയ്യും, അത് ചെയ്ത് കഴിഞ്ഞിട്ട് അങ്ങനെ പോകും. പിന്നെ ഡബ് ചെയ്ത സമയത്താണ് എന്റെ സീൻസ് ഒക്കെ കണ്ടത്. അപ്പൊ ഒന്നുകൂടെ നന്നാക്കാതെന്നൊക്കെ തോന്നിയിട്ടുണ്ടായിരുന്നു. അത് പറയണം, അതിന് വേണ്ടി ഞാൻ അങ്ങനെ പറഞ്ഞു. അഖിലൊരു പെർഫെക്ഷനിസ്റ്റ് ആണോ? കൃത്യമായി ചെയ്യാൻ വേണ്ടി ശ്രമിക്കും. പങ്ക്ച്വൽ ഒരു മൈൻഡിലൊരു സംഭവം ഉണ്ടല്ലോ, ലൈക്ക് ഇതാണ് കറക്റ്റ് എന്നുള്ള എന്റെ മൈൻഡിലുണ്ടല്ലോ. അതെനിക്ക് ബാക്കിയുള്ളവരുടെ മൈൻഡ് ഞാൻ നോക്കാറില്ല. പക്ഷെ എന്റെ മനസ്സിലൊരു അത് വരണം എന്നുള്ളൊരു മനസ്സില്ല, എനിക്ക് സമാധാനം കിട്ടത്തില്ല. ആണോ? ഈ ഡയറക്ടർ ഓക്കെ പറഞ്ഞാൽ അഖിലിന് തൃപ്തിയാവാതെ വീണ്ടും ചെയ്യാൻ അങ്ങനെ കുറെ സീൻസ് ഉണ്ടായിട്ടുണ്ട്. എനിക്ക് തോന്നുന്നില്ല എനിക്ക് കുറച്ചുകൂടെ ഇങ്ങനെ ഒരു സംഭവം ഒരു പ്രാവശ്യം ഒന്നുകൂടെ എടുക്കാം. എടുത്തിട്ട് ആദ്യത്തെ ഒരു ഷോർട്ടായിരിക്കും എടുക്കുന്നത്, എങ്കിലും ഒന്നും എടുപ്പിക്കും. ഒന്നുകൂടെ ട്രൈ ചെയ്ത് നോക്കാം. ഈ ഇപ്പൊ ഇത്രയും വലിയ ക്രൗഡിന്റെ മുമ്പിലൊക്കെ ചിലപ്പോ അഭിനയിക്കേണ്ടിയൊക്കെ വരുമല്ലോ. തുടക്കത്തിൽ ഒരു ഇത് മാറി പിന്നെ നിങ്ങൾ ഓക്കെ ആയിട്ടുണ്ടാവുമല്ലോ അല്ലെ? എനിക്ക് മാറാൻ ഭയങ്കര സ്റ്റിൽ എനിക്ക് ഇപ്പോഴും ഈ പാടാണ്. പക്ഷെ അതിനെ മറികടന്നുകൊണ്ടിരിക്കുകയാണ്. പതിയെ ഇങ്ങനെ കുറെ കാര്യത്തിന് പോയാൽ മാത്രമേ എനിക്ക് നേരത്തെ സംസാരിക്കാൻ പറ്റത്തില്ല. ഇന്റർവ്യൂവിൽ ഇരുന്നിരുന്നിപ്പം കുറച്ചെങ്കിലും ഒന്ന് സംസാരിക്കാനുള്ള ഇതായി ഫ്ലോ ആയി തുടങ്ങിയിട്ടുണ്ട്. അതുപോലെ ഓരോ കാര്യങ്ങൾ ഇങ്ങനെ പഠിച്ചുകൊണ്ടിരിക്കുന്നു. ഇവരുടെ ടീമിലോ നിങ്ങളുടെ ഒരുമിച്ച് വരുമ്പോഴും അങ്ങനെയാണോ? നമ്മൾ ഓൾറെഡി അറിയുന്ന ആൾക്കാരായതുകൊണ്ട് നമുക്ക് കംഫോർട്ട് സോണിൽ കുഴപ്പമില്ല. അത് വിട്ട് പുറത്തോട്ട് പിന്നെ ഇങ്ങനെ കുറെ ക്രൗഡ് വരുന്ന സമയത്ത് എനിക്ക് അങ്ങനെ അഭിനയിക്കുമ്പോ പ്രശ്നമല്ല. അഭിനയിക്കുമ്പോ നമ്മൾ അങ്ങനെ അതായിട്ട് പോകും. പക്ഷെ ഒരു പ്രസംഗമൊക്കെ സ്റ്റേജിൽ കയറിയിട്ടൊക്കെ പറയണെങ്കിലൊക്കെ ആ ഒരു ബുദ്ധിമുട്ടൊക്കെ വരും. അല്ല, ഞാൻ എൻജോയ് ചെയ്യുന്നുണ്ട്. പ്രൊമോഷൻസ് എല്ലാം എൻജോയ് ചെയ്യുന്നുണ്ട്. എനിക്ക് ബുദ്ധിമുട്ടുണ്ട്, എനിക്ക് നല്ല ബുദ്ധിമുട്ടുണ്ട്. പക്ഷെ അത് മറച്ചു വെച്ച് സംസാരിക്കാൻ വേണ്ടി ശ്രമിക്കും. ഓക്കെ, ഇനിയിപ്പോ സിനിമ തുടർന്ന് ചെയ്യാ എന്നൊരു താല്പര്യമുണ്ട് രണ്ടുപേർക്കും. നല്ലത് കിട്ടിയാൽ ചെയ്യണം, അങ്ങനെ അല്ലാണ്ട് അതിൽ സ്റ്റിക്ക് ഓൺ ചെയ്യാ അങ്ങനെ സോഷ്യൽ മീഡിയ വിട്ടിട്ട് പോകാൻ പറ്റും. ഇതുവരെ നമുക്ക് എല്ലാം തന്ന സോഷ്യൽ മീഡിയ അത് വിട്ടിട്ട് ഇനി
പോകാൻ പറ്റത്തില്ല. കാരണം ഇവിടെ നമുക്ക് ലൈഫ് എങ്ങനെയായിരിക്കും പറയാൻ പറ്റത്തില്ല. നമ്മൾ കമ്പയർ ചെയ്യുമ്പോൾ നമുക്ക് എളുപ്പം റീൽസ് ആണ് കേട്ടോ. എളുപ്പത്തിന് മാത്രമല്ല ഈ പറഞ്ഞ ചാൻസസ് അതെ നിലനിന്നുള്ള ചാൻസസ് സിനിമയിൽ വളരെ നമുക്ക് അറ്റൻഷൻ കിട്ടിയത് റീൽസിൽ നിന്നാണ്. അപ്പൊ നമ്മൾ ആ ഒരു സാധനം അങ്ങനെ തന്നെ കീപ്പ് ചെയ്യാൻ തന്നെയാ ആഗ്രഹം. നിങ്ങൾക്ക് എന്തായാലും ഈ റീലുകൾ ചെയ്തോ ആ ഒരു ഫെയിം നിങ്ങൾക്കുണ്ട്. അപ്പം ഇപ്പൊ സാധാരണ ഒരാൾ സിനിമയിൽ അഭിനയിച്ചാൽ ആ പോപ്പുലാരിറ്റി അതൊക്കെ ഭയങ്കരമായിട്ട് അട്രാക്ട് ചെയ്യും. അതിനപ്പുറം സിനിമ എന്നുള്ളത് നിങ്ങൾക്ക് എന്താ? സിനിമ എന്ന് പറയുന്നത് എന്നും ഇഷ്ടമുള്ളൊരു കാര്യമാണ്. ഇപ്പൊ സിനിമ എന്ന് പറയുന്നത് എനിക്ക് തോന്നുന്നു ഏറെക്കുറെ എല്ലാവർക്കും സിനിമയിലൊന്നും മുഖം കാണിച്ചാൽ കൊള്ളാന്ന് ആഗ്രഹം ഉണ്ടായിരിക്കും പലർക്കും. നമ്മുടെ വാല്യൂ മാറുന്ന ഒരു സംഭവമാണ്. ലൈക്ക് അതെ, റീൽ അഭിനയിക്കുമ്പോൾ നമ്മൾ ആ ഒരു എന്താ പറയുക സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസ് ഒരു സ്പെസിഫിക് ഓഡിയൻസ് അല്ലേ ഉണ്ടാവുള്ളൂ. സിനിമ സംഭവമല്ല, കുറച്ചുകൂടെ നമ്മുടെ ഒരു വാല്യൂ ചേഞ്ച് ചെയ്യാൻ സാധ്യതയുള്ള സംഭവമായിട്ടാണ് എനിക്ക് ഫീൽ ചെയ്യാറ്. നിങ്ങൾ തമ്മിലേ നേരത്തെ പരിചയം ഉണ്ടായിരുന്നോ? ഞങ്ങള് മുന്നേ ഒരു ആഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. അന്ന് ഇപ്പം പറയും ചെയ്തിട്ടുണ്ടായിരുന്നു ഒരു പടത്തിൽ നമ്മൾ ഒരുമിച്ച് വരണല്ലേ. പക്ഷെ അത് അങ്ങനെ തന്നെ അങ്ങോട്ട് നടന്നു. അതെ, മാനിഫെസ്റ്റേഷൻ. ഈ തമ്മിൽ റീലുകൾ കാണാറൊക്കെ ഉണ്ടോ? ഓ, കാണാറുണ്ട്. ഉണ്ടല്ലേ. എനിക്ക് റീലിലേക്ക് പിന്നെ വരാല്ലേ, സിനിമയിലേക്ക് കടന്നിട്ട് വരാം. മഹാരാജ ഹോസ്റ്റൽ, ഈ ഹോസ്റ്റലിന്റെ പ്രത്യേകത എന്താ? ഇത് പറയുന്നത് മഹാരാജ ഹോസ്റ്റൽ എന്ന് പറയുന്നത് ഹോസ്റ്റലിനെ മാത്രം ചുറ്റിപ്പറ്റി നടക്കുന്ന സംഭവമല്ല. ഹോസ്റ്റലിനെ ലിങ്ക് ചെയ്ത് വേറൊരു കഥ പറയാൻ ശ്രമിക്കുന്ന ഒരു വെറൈറ്റി പ്ലോട്ട് പറയാൻ ശ്രമിക്കുന്ന ഒരു മൂവിയാണ്. ഫുൾ ഹോസ്റ്റൽ അല്ല, വേറൊരു കഥ എന്ത് പറയുന്നുണ്ട്. പക്ഷെ അത് പറയാൻ പറ്റത്തില്ല. ട്രെയിലറിനകത്ത് അത് കാണിച്ചിട്ടില്ല. പക്ഷെ വേറൊരു കഥ അതിനകത്തുണ്ട്. അത് അതിൽ ലിങ്ക് ചെയ്യുന്ന ഒരു എലമെന്റ് ആണ് ഹോസ്റ്റൽ. പിന്നെ ഹോസ്റ്റലിലെ കുറെ ഈ പറഞ്ഞ സ്ഥിരം ക്ലീശ കുറച്ച് സാധനങ്ങളൊക്കെ ഉണ്ട്. കാരണം ഹോസ്റ്റലിലെ സ്ഥിരം ക്ലീശ ഇല്ലാതെ ഒരുപാട് ഇറക്കാൻ പറ്റത്തില്ല. കുറച്ച് സംഭവങ്ങളുണ്ട്. പക്ഷെ അതിനെ ലിങ്ക് ചെയ്യാൻ വേണ്ടി ഈ പറഞ്ഞ ആ പ്ലോട്ടോട് ലിങ്ക് ചെയ്യാൻ വേണ്ടിയുള്ള മാത്രം. പക്ഷെ മെയിൻ എലമെന്റ് ഹോസ്റ്റൽ അല്ല. അത് പലരും ചിന്തിക്കും. നമ്മുടെ പേര് കേൾക്കുമ്പോ ഫുൾ ഹോസ്റ്റലിനെ ചുറ്റിപ്പറ്റി ലൈക്ക് അടികപ്പിയാരെയൊക്കെ കുറെ ആയിട്ട് ഇങ്ങനെ കമ്പാരിസൺ വരാറുണ്ട്. പക്ഷെ അങ്ങനെയല്ല, ഇത് വേറെ തന്നെ ഒരു പ്ലോട്ട് അതിലൂടെ പോകുന്നുണ്ട്. എന്തായിരുന്നു ഇതിലേക്ക് നിങ്ങളെ ആകർഷിച്ചൊരു സാധനം ഉണ്ടായല്ലോ? സിനിമയാണ് ഓഫ് കോഴ്സ്, അങ്ങനെ ഒരു ഓപ്പർച്യൂണിറ്റി ഉണ്ട്. അതിനപ്പുറം ഈ സ്ക്രിപ്റ്റിൽ ഒരു രസം എന്തായിരുന്നു? ഹൊറർ കോമഡി ആണല്ലോ അല്ലെ? ഹൊറർ കോമഡി ഏറെക്കുറെ എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന ഒരു ജേണറാ. അപ്പൊ അങ്ങനെ അവര് കഥ പറയാൻ വിളിച്ചപ്പോ ഇങ്ങനെ ഹൊറർ കോമഡി എന്ന് പറഞ്ഞപ്പോ തന്നെ ഭയങ്കര എക്സൈറ്റഡ് ആയി ചെയ്യാന്നുള്ള ഒരു മൈൻഡ് സെറ്റ് ആയിരുന്നു. ഈ നേരെ കോൾ വന്നോ? എങ്ങനെയായിരുന്നു? ഇൻസ്റ്റാഗ്രാം മെസ്സേജ് ഇതുപോലെ ഒരു സംഭവം ഉണ്ട്, നമ്പർ അയക്കുന്നു പറഞ്ഞ മെസ്സേജ്. നമ്പർ അയച്ചു. വീട്ടിൽ എന്റെ കല്യാണത്തിന്റെ തലേദിവസം കഥ പറഞ്ഞു. അപ്പൊ എനിക്ക് കേട്ടപ്പോ എനിക്ക് ഇതിനകത്തൊരു ഒരു പ്ലോട്ട് പറയുന്നുണ്ട്. ഞാൻ കേട്ടില്ല, എനിക്കറിയാം ഒരുപാട് സിനിമ കാണുന്ന ഒരാളല്ല. പക്ഷെ ഞാൻ കേൾക്കാത്ത തരത്തിലുള്ള ഒരു സംഭവം അവർ വന്നപ്പോൾ പറഞ്ഞു. പക്ഷെ അതെനിക്ക് സ്ട്രൈക്ക് ചെയ്തു. അങ്ങനെയാണ് ഞാൻ. ഈ ചില ഹൊറർ സിനിമകൾ ഷൂട്ട് ചെയ്യുമ്പോൾ അവിടെ സെറ്റിൽ ഹൊറർ അനുഭവങ്ങൾ ഉണ്ടാവാന്നൊക്കെ ഉണ്ടായിട്ടുണ്ടോ? എനിക്ക് ചെറുതായിട്ടൊരു അങ്ങനെ ഫീൽ ചെയ്തിട്ടുണ്ടായിരുന്നു. നമ്മള് ഒരു ഇതുപോലെ ഒരു ഷെഡ്യൂൾ വാഗമണ്ണ ഷൂട്ട് ചെയ്തത്. അപ്പൊ ആ സമയത്ത് ഫോറസ്റ്റിൽ ഓടുന്ന ഒരു സീൻസ് ഉണ്ട്. 3 പേരും സെപ്പറേറ്റ് ആയിട്ട് ഓടുന്നത്. അപ്പൊ ഞാനും ഇങ്ങനെ നിൽക്കുന്ന സമയത്ത് ഇവര് ഗോ ബാക്ക് എന്ന് പറഞ്ഞിട്ട് കുറച്ചുകൂടെ പുറകോട്ട് പോകാൻ പറഞ്ഞു. ഒരു കാടാ. നമ്മളിങ്ങനെ പുറകോട്ട് പോയ സമയത്ത് എനിക്ക് ശരിക്കും എന്റെ പുറകിൽ ആരോ എന്നെ ഫോളോ ചെയ്ത് വരുന്നുണ്ട് എന്നുള്ളൊരു ഫീൽ എനിക്ക് വന്ന്. ഞാനത് കഴിഞ്ഞ ഡയറക്ടറോട് പറഞ്ഞിരുന്നു അങ്ങനെ സംഭവം ഉണ്ടായി എന്നൊക്കെ. പേടിയായോ? ചെറുതായിട്ട് പേടിച്ചു. പൊതുവെ വിശ്വാസമുണ്ട് ഇത്തരം കാര്യങ്ങളില്? ഞാൻ കുറെ കഥകൾ കേട്ടിട്ടുണ്ട്, ഇങ്ങനെ ഹൊറർ സ്റ്റോറീസ് കേട്ടിട്ടുണ്ട്. അപ്പൊ അവരൊക്കെ എന്റെ ഫ്രണ്ട്സിന് അതുപോലെ ഫാമിലിയിലൊക്കെ ഉണ്ടായിട്ടുണ്ട്. അവര് പറയുമ്പോ ഇങ്ങനെ ഒരു വിശ്വാസം കണ്ടു എന്ന് പറയുന്നുണ്ട്. അഖിൽ വിശ്വാസമുണ്ടോ? ഞാൻ പ്രേതത്തെ കണ്ടിട്ടില്ല, വിശ്വാസം ഈ പറഞ്ഞുണ്ടാക്കുന്ന ഒരു പേടിയുണ്ടല്ലോ. അപ്പൊ നീ ദൈവത്തെ കണ്ടിട്ടുണ്ടോ? ഇല്ല, വിശ്വസിക്കുന്നില്ല. ഇതൊരു പറഞ്ഞുണ്ടാക്കുന്ന സംഭവം നമ്മളാരും കാണുന്നില്ലല്ലോ. പക്ഷെ അതിൽ ഈ ഒരു പറഞ്ഞുണ്ടാക്കി വെച്ചിരിക്കുന്ന ഒരു കൊച്ചിലെ തൊട്ട് ഇങ്ങനെ ഫ്രണ്ട്സൊക്കെ കൂടുമ്പോ അല്ലെങ്കിൽ കസിൻസ് കൂടുമ്പോ പറയുന്ന പോലെ തലയില്ലാത്ത ആൾക്കാരൊക്കെ ഉണ്ട് രാത്രി ഇറങ്ങി കിടക്കുന്നത് പറയുമ്പോൾ നമ്മളിങ്ങനെ മൈൻഡിൽ കിടക്കും. പക്ഷെ നമ്മൾ കണ്ടിട്ടില്ല, പക്ഷെ ഇങ്ങനെ മൈൻഡിൽ കിടക്കും. അത് ഇരുട്ടത്തൊക്കെ പോകുമ്പോൾ നമുക്ക് ചെറിയ ഇത് വരുന്നുണ്ടോ. ഇവൻ ഒരിക്കലും കാണാൻ സാധ്യതയില്ല, കാരണം ഇവൻ നേരത്തെ ഉറങ്ങും. 9 മണി പ്രേതങ്ങൾ ഇറങ്ങുമ്പോഴത്തേന് ഇവന് ഉറങ്ങും. ആണോ? നേരത്തെ 9 മണിക്ക് 9-10 മണിയൊക്കെ ആകുമ്പോൾ 10 മണിയൊക്കെ ആയി. നേരത്തെ കല്യാണത്തിന് മുമ്പൊക്കെ 9 മണിയൊക്കെ ഓക്കെ. പ്രേതത്തെ പേടിച്ചിട്ടാണോ? ഡിസിപ്ലിന്റെ ഭാഗമായിട്ട് അല്ലേ? ആർമിയിൽ ഉണ്ടായിരുന്നു. ഓക്കെ ഓക്കെ. പിന്നെ എന്താ ഡ്രോപ്പ് ചെയ്ത് എന്തേ? കൊറോണ ടൈമിൽ ലീവിന് വന്ന സമയത്താണ് വീണ്ടും സോഷ്യൽ മീഡിയ ആക്റ്റീവ് ആയത്. കുറച്ചുകൂടെ ടൈം കിട്ടി ചെയ്യാനൊക്കെ. അങ്ങനെ ചെയ്ത് കഴിഞ്ഞപ്പോൾ കുറച്ച് വിജയിച്ചു. ഒരു ഇൻകം ഒക്കെ ഉണ്ടാക്കി കാണിക്കാൻ വേണ്ടി സാധിച്ചു. പിന്നെ നിന്ന് നോക്കാതെ വെച്ചു. അങ്ങനെ ലീവ് കുറച്ചുകൂടെ എക്സ്റ്റെൻഡ് ചെയ്തു. അവസാനം ഇതിനകത്ത് എക്സ്റ്റെൻഡ് ആയി. അത് ഡ്രോപ്പ് ചെയ്തു. കംപ്ലീറ്റ് ഡ്രോപ്പ് ചെയ്തില്ല, വേണമെങ്കിൽ തിരിച്ചു പോകാം. കുറച്ച് കോഴ്സസും കാര്യങ്ങളും ചെയ്ത് കഴിഞ്ഞാൽ വേണമെങ്കിൽ തിരിച്ചു പോകാം. ഓക്കെ. പോകാൻ താല്പര്യമുണ്ടോ? എനിക്ക് താല്പര്യമില്ല. ഓക്കെ. ഷാമോൻ പഠിച്ചതും ഒക്കെ എവിടെയാ? ഞാൻ ആർക്കിടെക്ചർ ആയിരുന്നു പഠിച്ചിരുന്നത്. നാട്ടിൽ തന്നെ ഒരു അബൈറ്റ് ഗ്രൂപ്പ് ഓഫ് ഇൻസ്റ്റിറ്റ്യൂഷനിലാണ് ഞാൻ പഠിച്ചത്. കോളേജിൽ നിന്നാണ് ആക്ച്വലി ഞാൻ റീൽസ് തുടങ്ങിയത്. ഫസ്റ്റ് ഇയറിൽ പഠിക്കുമ്പോഴാണ് ഇൻസ്റ്റാഗ്രാം എടുക്കുന്നതും റീൽസ് സ്റ്റാർട്ട് ചെയ്യുന്നതൊക്കെ. ലോക്ക്ഡൌൺ സമയത്താണ് ക്ലിക്കായി വന്നത്. പക്ഷേ ഞാൻ ആർക്കിടെക്ചർ വിട്ട് പിന്നെ
റീൽസിനായി മാറി. എനിക്ക് നിങ്ങളുടെ മറ്റേ ഫോറിനേഴ്സിനെ കൊണ്ട് ചെയ്യിക്കുന്നത് അത് ഭയങ്കര താങ്ക് യു. അതെങ്ങനെ അവരോട് ചോദിക്കാൻ ഒരു മടി ഉണ്ടാവില്ലേ? ഇല്ല, ലൈക്ക് ഇപ്പൊ നമ്മുടെ നാട്ടുകാരെ പോലെ എല്ലാവര് അവർക്ക് ബാക്കിയുള്ളവർ എന്ത് ചിന്തിക്കും, എന്റെ നാട്ടുകാർ അതിനായിട്ട് ജഡ്ജ് ചെയ്യോ, അങ്ങനത്തെ ഒരു സാധനമേ ഇല്ല. അവര് വരുന്നത് ആ വെക്കേഷൻ എൻജോയ് ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പൊ നമ്മളിങ്ങനെ ചോദിക്കുമ്പോഴും അവരുടെ കൂടെ മിങ്കിൾ ചെയ്യുമ്പോഴൊക്കെ അവർ ഭയങ്കര ആക്റ്റീവ് ആയിരിക്കും. അപ്പൊ തന്നെ ഭയങ്കര സപ്പോർട്ടാ, അവരാ ഓളത്തിൽ കൂടും. ആ ഓളത്തിൽ അങ്ങോട്ട് കൂടും. ഇതുവരെ എഡിറ്റ് ഒക്കെ ഭയങ്കര അങ്ങനെ ചെയ്യുന്നത്. ഈ സമ്മതിക്കാതിരിക്കുന്ന ആൾക്കാരുണ്ടാവോ? അതോ കൂടുതൽ പേരും സമ്മതിക്കും? ഇല്ല, ഞാൻ ചോദിച്ച ആൾക്കാരെല്ലാരും സമ്മതിച്ചിട്ടുണ്ട്. ഇങ്ങനെ എന്നേ വരെ സമ്മതിക്കാതെ അങ്ങനത്തെ ഒരു അവസ്ഥ വന്നിട്ടില്ല. ഇല്ല. ഷാമുവിന്റെ ഇഷ്ടമുള്ള റീൽ ഏതാ? തിരിച്ചോ? എനിക്ക് ഇവന് ഞാൻ നല്ല പറഞ്ഞില്ലേ, മറ്റേ സ്റ്റാർബക്സിന്റെ ഒരു സാധനം, ഫസ്റ്റ് ഒരു എക്സ്പെൻസീവ് കോഫി വാങ്ങിയിട്ട് അതിങ്ങനെ പറഞ്ഞോണ്ട് എനിക്ക് ഭയങ്കര ഇഷ്ടം. എനിക്ക് പിന്നെ മറ്റേ ദൃശ്യത്തില് എസ്തറിന്റെ ജസ്റ്റിസ് ഫോർ അത് അവസാനം ചെയ്ത സ്പാനിഷ് ഗോൾ എനിക്ക് ഭയങ്കര ഇഷ്ടം. കളിയുണ്ടോ? ഞാൻ കാണാറില്ല. ഞാനും അങ്ങനെ ഇല്ല. നാട്ടില് ഫ്രണ്ട്സിന്റെ കൂടെ ഇരിക്കുമ്പോ കാണും, അല്ലാണ്ട് ഒറ്റക്കൊന്നും അങ്ങനെ കാണാറില്ല. നിങ്ങൾക്ക് അങ്ങനെ പേഴ്സണൽ ഫേവറേറ്റ്സ് ടീമൊന്നുമില്ല? എനിക്ക് മെസ്സിനെ ഇഷ്ടാ. എനിക്ക് പറഞ്ഞു മെസ്സിനെ ഇഷ്ടമാ. മെസ്സിന്റെ കളി കണ്ടിട്ടുണ്ടോ? ഇല്ല. ജസ്റ്റ് ചെറുതായിട്ട് കണ്ടിട്ട് അത്രേ ഉള്ളൂ, അല്ലാതെ ഞാനിങ്ങനെ ഫുൾ ഒരു മാച്ച് അങ്ങനെ കാണാറില്ല. ഓക്കെ. ഈ സിനിമയിലേക്ക് വരുമ്പോൾ നിങ്ങളുടെ കഥാപാത്രം എങ്ങനെയാ? എന്റെ ക്യാരക്ടർ നെയിം വർക്കി എന്നാണ്. വർക്കി ഫ്രാൻസിസ്. വർക്കി എന്ന് വെച്ചാൽ ഒരു പാവം, ഒരു പേടിത്തൊണ്ടൻ പയ്യൻ. വീട്ടില് ഭയങ്കര സ്ട്രിക്റ്റാ, ഓർത്തഡോക്സ് ഫാമിലിയാ. അപ്പൊ ഈ പയ്യൻ എന്തൊക്കെ ചെയ്യണം എന്നുണ്ട്, പക്ഷെ വീട്ടുകാരെ പേടിച്ചിട്ടൊന്നും അതിന് മുതിരൂല. പക്ഷെ ഫ്രണ്ട്സിന്റെ കൂടെ കൂടുമ്പോഴാണ് വർക്കി കേട് വരുന്നത്. എന്നെ കേട് വരുത്തുന്നത് ഇവരാണ്. അങ്ങനെ ഒരു ക്യാരക്ടർ. എന്റെ ക്യാരക്ടർ അരവിന്ദ് എന്നാണ്. ഒരു ബ്രാഹ്മൺ ഫാമിലിയാണ് കാണിക്കുന്നത്. പറഞ്ഞോട്ട് ഇവരെയൊക്കെ കൊണ്ടുവന്ന് കുഴി ചാടിക്കുന്ന ഒരു എല്ലാത്തിനും അത് കൊണ്ട് ചാടിക്കുന്ന ഞാനാണ്. എന്നൊരു ക്യാരക്ടറാണ് ചെയ്യുന്നത്. നമ്മൾ പലതരം എഞ്ചിനീയറിംഗ് കോളേജുകളും അതിനെ ചുറ്റിപ്പറ്റിയുള്ള ഒരുപാട് സിനിമകളും കണ്ടിട്ടുണ്ട്. അതിൽ നിന്ന് ഈ മഹാരാജ ഹോസ്റ്റൽ എങ്ങനെയാ? നമുക്ക് മെയിൻ ഫോക്കസ് കോളേജ് ഹോസ്റ്റലും അല്ല, ആക്ച്വലി വേറെ പ്ലോട്ട് പറയുന്നുണ്ട്. അതിലേക്ക് പോകാനുള്ള ഒരു സംഭവം മാത്രമാണ്. ബ്രിഡ്ജ് പോലാണ് നമ്മൾ കണ്ടതുകൊണ്ടായിരിക്കും അങ്ങനെ. ശരിക്കും ക്യാമ്പസ് ഹോസ്റ്റൽ വിട്ടിട്ട് നമുക്ക് നല്ലൊരു സ്റ്റോറി വരുന്നുണ്ട്. ആരും പ്രതീക്ഷിക്കാത്ത തരത്തിലേക്ക് കഥ പോകുന്നുണ്ട്. അതാണ് ഇതിന്റെ മെയിൻ എലമെന്റ്. പൊതുവെ ഹൊറർ സിനിമകൾ കാണാൻ നിങ്ങൾക്ക് പേടിയുണ്ടാവാറുണ്ടോ? എനിക്കിഷ്ടമാണ്, ഭയങ്കര ഇഷ്ടമാണ്. കാണാറുണ്ട്. ഈ സിനിമ കാണുന്ന ശീലം കുറവായിരുന്നു എന്ന് പറഞ്ഞല്ലോ. ഇപ്പം അല്ല, ലൈക്ക് ഇപ്പൊ നല്ലത് കാണും. പണ്ടൊന്നും കാണത്തില്ലായിരുന്നു. ഇപ്പം ഈ പറഞ്ഞോട്ട് ഓരോന്നൊക്കെ നമുക്ക് പഠിക്കാൻ വേണ്ടി അങ്ങനെയൊക്കെയാണ് ആൾക്കാർ ചെയ്തൊക്കെ പഠിക്കാൻ വേണ്ടി പെർഫോമൻസ് ഒക്കെ ശ്രദ്ധിക്കും, കുറച്ചൊക്കെ ശ്രദ്ധിക്കും. ഓക്കെ. അഖിലോ? അല്ല, ഞാൻ പണ്ട് മുതലേ സിനിമ നന്നായിട്ട് കാണും. അതുകൊണ്ടാണല്ലോ ഈ സിനിമ ഡയലോഗ്സ് ഒക്കെ പെട്ടെന്ന്. അതെ, എനിക്ക് പഴയ സിനിമകൾ ഭയങ്കര ഇഷ്ടമാണ്. പഴയ പപ്പേട്ടന്റെ സിനിമ ആയിക്കോട്ടെ, ബാലൻ സാറിന്റെ ആയിക്കോട്ടെ, എല്ലാം ഓൾമോസ്റ്റ് എല്ലാ സിനിമകളും ഞാൻ ഇരുന്ന് കാണും. എനിക്ക് ഏറ്റവും പേടി ഇന്തോനേഷ്യൻ മൂവീസ് ഭയങ്കരമായിട്ട് പേടിക്കും. അതൊരു വല്ലാത്തൊരു കാണും, ഭയങ്കര പേടി വരും. നമ്മുടെ മലയാളത്തിലുണ്ട് കുറെ അണ്ടർ റേറ്റഡ് മൂവീസ്. അപരിചിതനൊക്കെ ഭയങ്കര അണ്ടർ റേറ്റഡ് ആയിട്ട് തോന്നിയിട്ടുണ്ട്. ഇപ്പൊ സിനിമ കാണുമ്പോഴേ നിങ്ങളിപ്പോ അഭിനയിക്കാൻ തീരുമാനിച്ചു, സിനിമ ചെയ്യുന്നുണ്ടോ? അത് വെച്ചിട്ട് സിനിമ കാണുമ്പോൾ ഒരു മാറ്റം. ഇപ്പൊ നമ്മളിങ്ങനെ ഓരോ ഫ്രെയിംസ് കാണുമ്പോ അവര് ക്യാമറ അവിടെ ആയിരിക്കും വെച്ചിട്ടുണ്ടാവുക, ആ ഷോട്ട് അവിടുന്ന് അങ്ങനത്തെ ആ ചിന്തയൊക്കെ വരും. ബിഹൈൻഡ് ദ സീൻസ് ഒക്കെ നമ്മൾ ഓൾറെഡി ഇങ്ങനെ കാണും. അങ്ങനെ ഉണ്ടായിട്ടുണ്ട്. എഡിറ്റ് ഒക്കെ കഴിഞ്ഞ സിനിമ കണ്ടോ? മഹാരാജ കണ്ടോ? എങ്ങനെയുണ്ട്? കുഴപ്പമില്ല. എനിക്ക് പറഞ്ഞു, ഞാൻ പറഞ്ഞ 2 മണിക്കൂർ നമുക്ക് കണ്ടിരിക്കാൻ പറ്റിയ ഒരു നല്ല കമന്റ് വരും. അല്ലാണ്ട് ഇപ്പൊ കേറി അഭിനയിക്കാൻ പറ്റില്ല. കണ്ടിരിക്കാൻ പറ്റിയ നല്ലൊരു ചെറിയ പോപ്കോൺ ഒരു ഹൊറർ കോമഡി ഫിലിം ആയിരിക്കും. ഭീകര സംഭവം ഒന്നും ഇല്ല, പക്ഷെ എന്നാലും കണ്ടിരിക്കാൻ പറ്റിയൊരു ഫിലിം ആയിരിക്കും. ഒരു ചെറിയ ബ്ലഷോടെ. ആണല്ലേ? കണ്ടോ? ഞാൻ കണ്ടിട്ടില്ല. ഞാൻ തിയേറ്ററിൽ നിന്ന് എല്ലാവരുടെയും കൂടെ എനിക്ക് പറഞ്ഞ പെർഫെക്ഷന്റെ സംഭവം ഉണ്ട്. മറ്റേ മോണിറ്ററിലും പോയി കണ്ടില്ല എന്നല്ലോ. ഇപ്പൊ തീരെ കണ്ടില്ല. എങ്ങനെ അഭിനയിച്ചു? ഇല്ല, ഞാൻ ഡബ് ചെയ്ത സമയത്ത് ഞാൻ എന്റെ പോർഷൻസ് ആക്ച്വലി കണ്ടത്. ഇത് കഴിഞ്ഞിട്ട് വേറെ ഏതെങ്കിലും മൂവി ഓഫേഴ്സ് വന്നിട്ടുണ്ടോ? ഒരു ഹോട്ട്സ്റ്റാറിന്റെ ഒരു പ്രോഗ്രാം, ഒരു സീരീസ് വന്നിട്ടുണ്ടായിരുന്നു. അപ്പൊ അത് ഇങ്ങനെ എടുക്കണോ വേണ്ടേ എന്നുള്ള ഒരു കൺഫ്യൂഷനിലാണ്. ഗോകുലത്തിന്റെ ചെറിയൊരു മൂവിക്കകത്ത് ചെറിയൊരു ഗണപതിയുടെ ഒരു മൂവിക്ക് ചെറിയൊരു റോളുണ്ട്. അപ്പൊ സിനിമകൾ ഇങ്ങനെ വന്നോണ്ടിരിക്കുന്നുണ്ട്. ചെറുതായിട്ട് ചിലതൊക്കെ വരുമ്പോ പക്ഷേ അതങ്ങ് പോവും. കാരണം അത് പ്രൊഡക്ഷന്റെ പ്രശ്നം കൊണ്ടും അങ്ങനെ പല മാറി പോകാറുണ്ട്. സിനിമ എടുക്കണം, അങ്ങനെ ഒരു മീൻസ് ഡയറക്റ്റ് ചെയ്യണം എന്നുള്ള ചിന്തകളൊക്കെ ഉണ്ടോ നിങ്ങൾക്ക്? എനിക്ക് ഡയറക്ഷൻ ഇഷ്ടമാണ്. ഭാവിയിൽ എപ്പോഴെങ്കിലും ബേസിൽ ജോസഫിനൊക്കെ പോലെ അങ്ങനെ ഒരു ക്രിയേറ്റീവ് സിനിമ എടുക്കണം എന്നൊക്കെ ആഗ്രഹമുണ്ട്. അഖിലിനോ? എനിക്കുണ്ട്. പറഞ്ഞൊരു ഉദാഹരണ ഒരു സൈക്കോ പടം എനിക്ക് ആഗ്രഹം. ആണല്ലേ? എഴുത്ത് ഉണ്ടോ? എഴുത്തില്ല, പക്ഷെ മനസ്സിൽ കഥ.
നിങ്ങൾ റീൽ ചെയ്യുമ്പോഴേ ഒരു കണ്ടന്റ് ഉണ്ടാക്കാൻ അല്ലെങ്കിൽ ആലോചിച്ചുണ്ടാക്കാൻ വേണ്ടി ഇരുന്ന് അങ്ങനെ ചെയ്യാറുണ്ട്. ഞാൻ ചെയ്യാറുണ്ട്. എനിക്ക് ചെയ്തേ പറ്റും. 2 ദിവസം കൂട്ടി വീഡിയോ ഉണ്ടോണ്ട് എനിക്ക് പറഞ്ഞോട്ട് വലിയ ക്രിയേറ്റിവിറ്റി ഉള്ള ഒരാളല്ല അല്ല. അപ്പം നല്ലപോലെ ഇറങ്ങി സെർച്ച് ചെയ്താൽ മാത്രമേ എനിക്കൊരു കണ്ടന്റ് കിട്ടത്തുള്ളൂ. അപ്പോൾ അതുകൊണ്ട് കുറേ ടൈം എടുത്തൊക്കെ ഞാൻ സ്പെൻഡ് ചെയ്യാറുണ്ട് ഇതിന് വേണ്ടി, കണ്ടന്റ് കണ്ടെത്താൻ വേണ്ടി. എന്നിട്ട് മുമ്പ് തന്നെ 2 ദിവസം കൊണ്ട് ഷൂട്ട് ചെയ്യണമെന്നോ? 2 ദിവസത്തെ ഒരു ദിവസം ഷൂട്ട് ചെയ്യണം. എല്ലാ ഓൾട്ടർനേറ്റ് ഡേയ്സിലും ഷൂട്ടുണ്ട്. അപ്പോൾ അതിനുവേണ്ടി അത് സ്വയം തീരുമാനിച്ചാണ് അങ്ങനെ ചെയ്യണമെന്ന്? ഞാൻ കൂടെ വർക്ക് ചെയ്യേണ്ട ആൾക്കാരുണ്ട്, ഒരു 8 പേരോളുണ്ട്. അത്രയുണ്ട് കൂടെ. പിന്നെ നമുക്ക് ഈ പറഞ്ഞോട്ട് സ്ക്രിപ്റ്റ് ഒക്കെ സഹായിക്കാൻ വേണ്ടി വേറെ ആളുണ്ട്, 6 പേരുള്ള ഒരാളുണ്ട്. വലിയ ടീം, കുറച്ച് ടീമായിട്ടാ പോകുന്നത്. എങ്കിലും പ്രസ്ഥാനം പോലെയാണല്ലേ ഇപ്പൊ നമ്മുടെ ഈ പറഞ്ഞ ഇതുപോലൊക്കെ പോലെ ചെറിയൊരു സംഭവമാണ് നടത്തിക്കൊണ്ട് പോകുന്നത്. കാരണം അവരൊക്കെ ജീവിക്കുന്നത് കൊണ്ടാണ്. ഓക്കെ. അപ്പോൾ നിങ്ങളിപ്പോ ഓൾട്ടർനേറ്റ് ഡേയ്സിൽ ഷൂട്ട് ചെയ്യാൻ ഒരു കണ്ടന്റ് ഉണ്ടാക്കിയിരിക്കും അല്ലെ? ഇരുന്ന് ഒറ്റയ്ക്ക് ഇരുന്ന് ആലോചിക്കോ അതോ ഗ്രൂപ്പായിട്ട് ആലോചിക്കോ? സംഭവിച്ച ഷോർട്ട് വീഡിയോ ഉണ്ടല്ലോ, ചെറിയ വീഡിയോസ്, അത് ഞാൻ ആലോചിക്കുന്നത് എഡിറ്റ് ചെയ്യുന്നതൊക്കെ. ലോങ് വീഡിയോസ് റേസ് വരുമ്പോൾ ഞാൻ പറഞ്ഞ ഫ്രണ്ട് ഉണ്ട് ചെയ്യാൻ വേണ്ടി. അത് ഓൾട്ടർനേറ്റ് ഡേയ്സിലാണ് ലോങ് വീഡിയോസ് ചെയ്യുന്നത്. കുറഞ്ഞ ഞാൻ ചെയ്ത് കഴിഞ്ഞാൽ നെക്സ്റ്റ് ഡേ പുള്ളി ചെയ്യും. അങ്ങനെയാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. ഓക്കെ. നിങ്ങളൊരു ജഡ്ജ്മെന്റ് എങ്ങനെയാ ഇത് വർക്കാകും എന്നൊരു? ഞാൻ മെയിൻ ആയിട്ട് ഫോക്കസ് ചെയ്യുന്നത് ഈ പറഞ്ഞിട്ട് ഞാൻ കൊച്ചു പിള്ളേരുടെ വീഡിയോസ് ആണ് ഓഡിയൻസ് ആണ് ഞാൻ നോക്കാറ്. എന്റെ ഏറ്റവും കൂടുതൽ യൂട്യൂബിൽ ഏറ്റവും കൂടുതൽ എനിക്ക് തോന്നുന്നു വ്യൂസ് ഉള്ളത് കൊച്ചുകുട്ടികളാണ്. അപ്പൊ അവർക്ക് എന്താണ് ഇഷ്ടപ്പെടുന്നത് അതാണ് കൊടുക്കാൻ വേണ്ടി ഞാൻ ശ്രമിക്കാറ്. ഓഡിയൻസിന്റെ ഓറിയന്റേഷൻ കിട്ടിയാൽ കുറച്ച് ഈസിയാ അല്ലേ? നമുക്ക് വ്യൂസ് ടച്ച് ചെയ്യണമല്ലോ. കാരണം നമുക്ക് മനസ്സിലാവും നമ്മുടെ കാറ്റഗറി എങ്ങനെയാ, എങ്ങനത്തെ ആൾക്കാർ അത് കൂടുതൽ എൻജോയ് ചെയ്യുന്ന കമന്റ്സിൽ നമുക്ക് മനസ്സിലാവും. അപ്പൊ അവരെ തൃപ്തിപ്പെടുത്താൻ വേണ്ടിയിട്ടുള്ള തരം സാധനങ്ങൾ നമ്മൾ ചെയ്തു. അപ്പം ഷാമോന് ഇതുപോലെ ഒരു ടീമുണ്ടോ? ഇല്ല, ഞാൻ ഞാൻ അങ്ങനെ അത്ര എഫേർട്ട് എടുക്കാറൊന്നുമില്ല റീൽസിന് വേണ്ടിയിട്ട്. ഞാൻ അങ്ങനെയൊക്കെ കോണ്ടന്റ് കിട്ടുമ്പോഴേ ചെയ്യുള്ളൂ. അങ്ങനെ ഒരു കണ്ടിന്യൂസ് ആയിട്ട് വീഡിയോ ഇടുന്ന ഒരാളല്ല, അങ്ങനെയൊന്നുമില്ല. ഞാൻ എപ്പോഴും എനിക്ക് കോണ്ടന്റ് കിട്ടുന്നത് അത് ചെയ്യും. ശരിക്കും ഇൻസ്റ്റാഗ്രാം ആൽഗോരിതം പ്രകാരം അങ്ങനെ ചെയ്യാൻ പാടില്ല, എപ്പോഴും ഇങ്ങനെ അപ്ഡേറ്റഡ് ആവണം എന്നാണ്. പക്ഷെ എനിക്ക് അങ്ങനെ പ്രശ്നമല്ല. അല്ല, പിന്നെ എനിക്കൊരു ടീമുണ്ട്. ആ ടീമിന് എല്ലാവരും ഒരുപോലെ കൺസിഡർ ചെയ്യണമല്ലോ. ഈ ടീം തുടക്കത്തിലേ നിങ്ങൾ ഒരുമിച്ച് തുടങ്ങിയതാണോ അല്ലെങ്കിൽ ഒരു സ്റ്റേജിൽ വന്നതാണോ? ഇനിഷ്യലി സ്റ്റാർട്ട് ചെയ്തത് ഞാനാണ്. പിന്നെ ഈ പറഞ്ഞ അടുത്തുള്ള രണ്ട് ഫ്രണ്ട്സ് വന്നു, ഷിയാസ്, അഖിൽ പ്രസാദ് എന്ന് പറഞ്ഞു. പിന്നെ ബാക്കിയുള്ളവരൊക്കെ ഇങ്ങനെ പതിയെ വന്നു ചെയ്യുന്നു. അപ്പൊ അവരിപ്പോ ഇത് മാത്രമാണ് ചെയ്യുന്നത്? നിങ്ങൾ എല്ലാവരും ഇത് മാത്രമേ ചെയ്യുന്നത്? ചിലരൊക്കെ ജോലി പുറത്തോട്ട് പോകാൻ വേണ്ടി ശ്രമിക്കുന്നുണ്ട്, ചിലർ ലീവിന് വന്നവരുണ്ട്. അങ്ങനെ. ഓക്കെ. ഷാമോനൊപ്പം ക്യാമറ ചെയ്യാൻ വേറെ ആൾക്കാരുണ്ടോ അതോ ഫ്രണ്ട്സ് തന്നെ എടുത്തു തരും? ഇപ്പൊ ഫ്രണ്ട്സും ഫാമിലി എല്ലാവരും സപ്പോർട്ടാ. അപ്പൊ ചിലപ്പോ ഇടക്ക് ഉമ്മയൊക്കെ പിടിച്ചു തരും ആ ക്യാമറ, അനിയത്തി ഹെൽപ്പ് ചെയ്യും, ഫ്രണ്ട്സ് ഹെൽപ്പ് ചെയ്യും, അങ്ങനെയൊക്കെ. ഓക്കെ. എഡിറ്റ് ചെയ്യുന്നത് ഞാൻ തന്നെ സ്വയം. ഈ ഡയലോഗ്സ് ഒക്കെ മനസ്സിലുള്ളതുകൊണ്ട് പോയി അങ്ങനെ ടെൻഷൻ ഇല്ല. പഴയ സിനിമകൾ ഞാൻ എപ്പോഴും ഫുഡ് കഴിക്കുമ്പോ യൂട്യൂബിൽ അല്ലെങ്കിൽ ടിവിയിലൊക്കെ പഴയ സിനിമകൾ ഇട്ട് കാണും. പഴയ കോമഡി സിനിമകൾ ലൈക്ക് ശ്രീകൃഷ്ണപുരത്തെ അങ്ങനത്തെ ഒക്കെ സിനിമകൾ ഇരുന്ന് കാണും. അപ്പൊ അങ്ങനത്തെ ഡയലോഗ്സ് എനിക്ക് ഇങ്ങനെ സ്ട്രൈക്ക് ആവും. കുറെ സാധനങ്ങൾ ഓർമ്മ എപ്പോഴും കാണുന്നുണ്ട്. അങ്ങനെയാ അങ്ങനത്തെ റീൽസ്. ഇപ്പൊ പുറത്ത് യാത്രയ്ക്ക് പോകുമ്പോഴേ ചിലവ് ഇങ്ങനെ അന്വേഷിക്കും എന്റെ കണ്ടന്റിൽ ഉൾപ്പെടുത്താൻ പറ്റിയ ആരോ ഉള്ളേ? അത്ര ഞാൻ നോക്കും. ഇപ്പൊ ഒരു സ്ഥലത്തേക്ക് പോകുമ്പോ ഈ സ്ഥലത്ത് ഏറ്റവും വൈബായിട്ടുള്ള ആരാ കൂടുതൽ സംസാരിക്കുന്നേ, ഇങ്ങനെ അങ്ങനെ ഒതുങ്ങിയിരിക്കുന്ന ആൾക്കാരോട് അല്ലാണ്ട് കുറച്ച് എനർജറ്റിക് ആയിട്ടുള്ള ആൾക്കാരോട് ഞാൻ എപ്പോഴും അപ്രോച്ച് ചെയ്യാറ്. അങ്ങനെയൊക്കെ നോക്കാറുണ്ട്. ഈ നിങ്ങളിപ്പോ ഫുട്ബോൾ കാണുന്നില്ല എന്ന് പറഞ്ഞു, പക്ഷെ എനിക്ക് തോന്നുന്നു ഇപ്പം നമ്മുടെ രാജ്യത്ത് ഒരു വലിയ മൂവ്മെന്റ് നടന്നുകൊണ്ടിരിക്കുക അല്ലെ? ജെൻസി ജനറേഷനെ കൊണ്ട് ഒന്നിനും കൊള്ളില്ല എന്ന് പറഞ്ഞിട്ട് തിരുത്തി ഒരു രാജ്യം മൊത്തം ഇപ്പൊ അവരിലേക്കാണ് ഉറ്റുനോക്കുന്നത്. അതിനെ എങ്ങനെയാ കാണുന്നത്? ശരിക്കും നല്ലൊരു കാര്യം അത്. എപ്പോഴും എല്ലാവരുടെ ഒരു മനസ്സിൽ എന്ന് വെച്ചാൽ ജെൻസി ഒന്നിനും കൊള്ളാത്ത ആൾക്കാരാണ്, അവരെ കൊണ്ടൊന്നും ചെയ്യാൻ പറ്റില്ല. പക്ഷെ ഇപ്പൊ ഈ ഒരു സോനം വാങ്ചുക്കിന്റെ പ്രൊട്ടസ്റ്റിൽ ഏറ്റവും കൂടുതൽ സപ്പോർട്ട് ചെയ്തത് ജെൻസി പിള്ളേരാണ്. ഇപ്പോഴും കുറെ സെലിബ്രിറ്റീസ് മൗനം പാലിച്ചുകൊണ്ടിരിക്കുകയാണ്. അവരോട് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ പുച്ഛം മാത്രമാണ്. കാരണം രാജ്യത്ത് ഇത്രയും വലിയ പ്രശ്നം നടക്കുമ്പോൾ അതും സ്റ്റുഡൻസ് ആണ് നമ്മുടെ ഫ്യൂച്ചർ. അപ്പോൾ അവർക്ക് വേണ്ടിയിട്ട് നമ്മളെ കൊണ്ട് ചെയ്യുന്ന കാര്യങ്ങൾ നമ്മൾ ചെയ്തുകൊണ്ടിരിക്കണം. ഒരുപാട് ആൾക്കാർ ഇതിനെ സപ്പോർട്ട് ചെയ്തിട്ട് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ച് പ്രകാശ് രാജ് ആയിക്കോട്ടെ, രഞ്ജിനി ഹരിദാസ് ആയിക്കോട്ടെ, അവരൊക്കെ ഡൽഹിയിൽ പോയി പ്രൊട്ടസ്റ്റിനെ സപ്പോർട്ട് ചെയ്തു. അതൊക്കെ ശരിക്കും നല്ലൊരു കാര്യം തന്നെയാണ്. ഈ സെലിബ്രിറ്റീസ് സംസാരിക്കണം. ഇപ്പൊ ചിലർ പറയാറുണ്ട് മീൻസ് അങ്ങനെ സംസാരിക്കണം എന്താ നിർബന്ധം? അത് മാത്രമല്ലല്ലോ അവരുടെ റെസ്പോൺസ്. കാരണം അവർ ഒരുപാട് ആൾക്കാർ ഇൻഫ്ലുവൻസ് ചെയ്യുന്നുണ്ട്. ഇപ്പൊ അവരെയൊക്കെ ഒരു വാക്ക് കിട്ടിയാൽ അത് വലിയൊരു കാര്യമാണ്. ഇപ്പൊ നമ്മളൊരു പടം മാത്രം ചെയ്തിട്ട് വലിയ അങ്ങനെ മൂലക്കിരിക്കേണ്ട ആൾക്കാരല്ല അവരെന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട്. കുറെ ആൾക്കാർക്ക് അവരുടേതായ നിലപാടുകളുണ്ട്. അധികം ആൾക്കാർ ഫെയിം പോകുന്നു വിചാരിച്ചിട്ട് ഹേറ്റേഴ്സ് വരും വിചാരിച്ചിട്ടാണ് ഇങ്ങനെ പ്രതികരിക്കാതിരിക്കുന്നത്. ഹേറ്റേഴ്സ് ഇപ്പൊ ചിലപ്പോൾ നമ്മുടെ അഭിനയം കൊണ്ട് ചിലപ്പോൾ നമുക്ക് ഹേറ്റേഴ്സ് ഉണ്ടാവും. എല്ലാ പടത്തിനും എല്ലാവർക്കും ട്രോള് വരാറുണ്ട്. അപ്പൊ അതൊക്കെ വിചാരിച്ചിട്ട് നമ്മൾ സൈലന്റ് ആയിരിക്കുക എന്ന് പറയുന്നത് മോശമാണ്. കാരണം ഏറ്റവും കൂടുതൽ ആൾക്കാർ നോക്കി കാണുന്ന സെലിബ്രിറ്റീസിനാണ്. അപ്പൊ അവരുടെ ഭാഗത്തുനിന്ന് ഇങ്ങനെ ഒരു പോസിറ്റീവ് ആയിട്ടുള്ള റെസ്പോൺസ് ഉണ്ടാവുന്ന എന്തുകൊണ്ടും നല്ലതാണ്. അതെ, ഇപ്പൊ ഈ റീല് മാത്രം ചെയ്ത് ഫോൺ അഡിക്റ്റ് ആയ കുട്ടികൾ എന്നൊക്കെ പറഞ്ഞ് കളിയാക്കി എടുത്തുന്നാണ്. അങ്ങനെയല്ല, തിരിച്ചവർക്ക് പറ്റും എന്ന് കാണിക്കുന്നത് അല്ലേ? എന്താ അഖിൽ ഇത് കാണുമ്പോൾ എന്താ തോന്നാ?
എനിക്കിതിനെ കുറിച്ച് കൂടുതൽ പറയാനൊന്നും അറിയത്തില്ല. എങ്കിലും യൂത്ത് ഇത് ഇങ്ങനെയുള്ള പ്രശ്നങ്ങളിലൊക്കെ ഇടപെടുന്ന കാണുമ്പോൾ സന്തോഷം. യെസ്. അപ്പൊ എന്തായാലും മഹാരാജ ഹോസ്റ്റൽ നിങ്ങളുടെ സിനിമ ഒരുപാട് ശ്രദ്ധിക്കപ്പെടട്ടെ. നിങ്ങൾക്ക് ഒരുപാട് ഫാൻസ് ഉണ്ട്, എന്തായാലും കാണും. അല്ലാതെ തന്നെ ഒരു വലിയ പ്രേക്ഷകരിലേക്ക് എത്തട്ടെ. ഓൾ ദി വെരി ബെസ്റ്റ്. ഇഷ്ടപ്പെട്ട പോലെ നല്ല സിനിമകളൊക്കെ ചെയ്യാൻ പറ്റും. താങ്ക് യു. താങ്ക് യു.